ഹായ് ഫ്രണ്ട്സ്, മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വുഡൻ കളറ് മോഡുലർ കിച്ചൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡോറ് ഫിറ്റിങ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഫാബ്രിക്കേഷൻ്റെ മെറ്റീരിയലിനെ കുറിച്ചും അതേപോലെ നമ്മൾ ചെയ്യുന്ന രീതികളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഡോർ സെറ്റ് ചെയ്ത് ഫിനിഷിംഗ് വർക്കാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ ഞങ്ങൾ ഈ ചാനലിൽ കൂടെ പുതിയ മോഡുലർ കിച്ചൻ്റെ ഡിസൈനും അതേപോലെ അലുമിനിയം വെച്ച് ചെയ്യുന്ന കബോർഡുകളെ പറ്റിയാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 5000-ലേറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ടോട്ടലി 10,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും വിജയത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിനെല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഡോറ് സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ എന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫുള്ള് സെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെ രീതികളും ഡീറ്റെയിലും ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ എല്ലാം കാണാൻ ശ്രമിക്കുക, പുതിയതായിട്ട് വരുന്ന ആൾക്കാർ. നമ്മളിന്ന് അതിൻ്റെ താഴത്തെ സെറ്റിങ് ഡോർ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ടോപ്പ് സൈഡിലെ ബോക്സ് ഉണ്ട്, അതിൻ്റെ സെറ്റിങ് ഫുള്ള് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് അതിൻ്റെ ടോപ്പ് ബെർത്ത് സൈഡിലെയും ഡോറും ആണ് നമ്മളിന്ന് ഇതിലൂടെ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽ വുഡൻ കളറ് അലുമിനിയം പൗഡർ കോട്ടഡ് മെറ്റീരിയലാണ്. അതേപോലെ SPL എന്ന് പറയുന്ന ഷീറ്റാണ്. PVC സ്പ്ലെൻഡഡ് PVC ലാമിനേറ്റ് എന്ന ഷീറ്റാണ്. ഇതിൻ്റെ ഡോറൊക്കെ J-സ്ക്വയർ സെക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഹാൻഡിൽ സെക്ഷനാണ് താഴെ. നമുക്ക് ഹാൻഡിൽ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. ബോട്ടം സൈഡിൽ ഹാൻഡിലിൻ്റെ പീസ് പോലാണ് അത് വന്നേക്കുന്നത്. അതിൽ നമുക്ക് തുറക്കാനും അടയ്ക്കാനുമുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിലും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലിൽ അതെല്ലാം നമ്മുടെ പേഴ്സണൽ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ വീഡിയോയുടെ ആദ്യം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം റേറ്റ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലിൽ കൂടെ നമ്പറിൽ കൂടെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന എല്ലാവർക്കും മാക്സിമം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചത് നിങ്ങൾ റേറ്റ് എന്താ പറയാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വർക്കിൻ്റെ റേറ്റ് ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ റേറ്റ് വെറുതെ അതിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളതിൻ്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് അറിഞ്ഞിട്ട് വേണം ഏതൊരു വർക്കും ചെയ്യാൻ. വെറുതെ നമ്മൾ റേറ്റ് മാത്രം അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ഫുൾ ക്വാളിറ്റി രീതിയിലാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ അറിയേണ്ടവരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പം ഒരു ചെറിയ ബോക്സ് കൂടെ ഉണ്ട്, അതും സെറ്റ് ചെയ്ത് ടോപ്പ് സൈഡിലും സെറ്റ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പം വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നും അല്ല. നമുക്ക് പുതിയതായിട്ടൊരു മോഡുലർ കിച്ചൺ അല്ലെങ്കിൽ കിച്ചൺ കബോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രയോജനം വരത്തക്ക രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനലിലൂടെ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ മാക്സിമം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം കേരളത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മളെ ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ, അതേപോലെ അവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് ചോദിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവർക്കും പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഈ കബോർഡിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ ഫുള്ള് സെറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മുടെ ഒരു ബെഡ്റൂം കബോർഡാണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ ഒരു ബെഡ്റൂം കബോർഡ് ചെയ്തതിൻ്റെ 2 ബെഡ്റൂം കബോർഡ് ചെയ്തതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ മോഡലിലൊരു വേറെ ഡിസൈൻ വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്തതാണ് ചെങ്ങന്നൂർ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അടുത്ത നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ വർക്കിൽ ഏറ്റവും കൂടുതൽ ഫിനിഷിങ് വരാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ റിബറ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ആ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന റിബറ്റ്. ഇതിന് ഏറ്റവും ഫിനിഷിങ്ങും അതേപോലെ വർക്കിൻ്റെ ക്വാളിറ്റിക്കും ബെറ്റർ നല്ലൊരു റിബറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിന് പ്ലീറ്റിനും ആംഗിളിനും എല്ലാം കൊടുക്കുന്നത് റിബറ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വർക്കിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡോർ സെറ്റിംഗ് ഏകദേശം ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നല്ലൊരു വുഡൻ കളറ് ഡിസൈനാണ്. അപ്പോൾ തടിയിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഇതേപോലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുള്ള് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് ഫുള്ള് ഓപ്പൺ ആക്കി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.